ഐതിഹ്യ പെരുമ കൊണ്ടും വേറിട്ട ആചാര അനുഷ്ഠാനങ്ങളാലും പ്രസിദ്ധമാണ് തിരുവനന്തപുരത്തെ പഴഞ്ചിറ ദേവീക്ഷേത്രം. ആറ്റുകാൽ ദേവിയുടെ സമാന ഭാവത്തിൽ ദേവത കുടികൊള്ളുന്ന പഴഞ്ചിറ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളിലാണ് വ്യത്യസ്തതകൾ ഏറെയും. ആറ്റുകാലിലെ പോലെ പഴഞ്ചിറ പൊങ്കാലയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. അനന്തപുരിയിലെ പുരാതനവും പ്രസിദ്ധവുമായ പ്രധാന ക്ഷേത്രങ്ങളോളം തന്നെ പാരമ്പര്യമുണ്ട് പഴഞ്ചിറ ദേവീക്ഷേത്രത്തിന്. യോഗീശ്വരൻ പ്രതിഷ്ഠ ചെയ്ത ഇവിടുത്തെ കണ്ണകി വിഗ്രഹത്തിന് 700 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. കണ്ണകിയുടെ കൊടുങ്ങല്ലൂരിലുള്ള യാത്രാ മധ്യേ ഈ പഴഞ്ചിറയിലും വന്ന് വിശ്രമിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പഴഞ്ചിറ ദേവീക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ പുരാതന കാലത്ത് ഒരു യോഗീശ്വരൻ തപസ് ചെയ്തിരുന്നുവെന്നും അദ്ദേഹമാണ് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പഴമയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ആചാരാനുഷ്ഠാനങ്ങളിലും പൂജാവിധികളിലുമെല്ലാം വ്യത്യസ്തതകൾ ഏറെയുണ്ട്. കേരളത്തിലെ ഒരു അപൂർവമായ ഒരു ക്ഷേത്രമാണ്. ഒരുപാട് വർഷ പാരമ്പര്യത്തിൻ്റെ എല്ലാ ക്ഷേത്രത്തിലുള്ള ഉത്സവം പോലെയല്ല ഇവിടുത്തെ ഉത്സവം. പ്രത്യേകിച്ച് ഇവിടെയുള്ള ദിവസമുള്ള ബലികളും ദേവി അനുഗ്രഹിച്ച ശ്രീഭൂത ബലി, അതുപോലെ കളമെഴുത്ത് സർപ്പപ്പാട്ടും. കാരണം കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ കാണാൻ പറ്റാത്ത ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ആഘോഷങ്ങൾക്കപ്പുറം ഉത്സവ ചടങ്ങുകളിലെ വേറിട്ട ആചാരവിധികളും ഇവിടുത്തെ പ്രത്യേകത. കാപ്പുകെട്ടും കുടിയിരുത്തും ചൂരൽകുത്തും തോറ്റംപാട്ടും കുത്തിയോട്ടവുമെല്ലാം ആറ്റുകാലിലേതിന് സമാനമെങ്കിൽ അർദ്ധരാത്രി കഴിഞ്ഞുള്ള ശ്രീഭൂതബലിയും ഉത്സവം കഴിഞ്ഞ ദിവസങ്ങളോളം നീണ്ട നടയടപ്പുമെല്ലാം ഇവിടുത്തെ മാത്രം പ്രത്യേകത. 1 മണി സമയത്ത് ഈ ശ്രീഭൂതബലി സ്ത്രീകൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് 8 മണിക്ക് സ്ത്രീകൾക്ക് വേണ്ടി ഒരു അഷ്ടമംഗല്യ പൂജ, കുട്ടികളെല്ലാവരും കൂടെ അഷ്ടമംഗല്യ വിളക്കായിട്ട് ദേവിയെ സേവിക്കുന്ന ഒരു പൂജ. ആ സമയത്ത് എല്ലാ സ്ത്രീകൾക്കും ദേവിയെ അനുഗ്രഹിച്ച് ദേവിയെ ഉടവാളേന്തി അനുഗ്രഹിച്ച് പ്രസാദം കൊടുക്കുന്നതാണ്. പഴഞ്ചിറ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഏപ്രിൽ 3 തുടങ്ങി. ബുധനാഴ്ചയാണ് പൊങ്കാല. വൈകിട്ട് ഘോഷയാത്ര. അകത്തെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ ഏപ്രിൽ 17 നട തുറക്കുക. വേറിട്ട ഉത്സവ ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ അന്യദേശങ്ങളിൽ നിന്നുപോലും നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. #24 തിരുവനന്തപുരം.